നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ചൂട്, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടുകളാണ്. ഇപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ വ്യത്യസ്തനായ ആദ്യത്തെ അതിഥിയെ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് അടുത്ത് കീഴാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ വിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അതിഥി ഇങ്ങനെ എഴഞ്ഞു പോയി. പുള്ളി ചേരയാണെങ്കിൽ പോട്ടെന്ന് ചെറിയ കല്ലെടുത്തിപ്പോൾ ഇങ്ങനെ പത്തി വിടർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് നമ്മൾ. പക്ഷേ എന്തായാലും ആ സന്തോഷം അവിടെ നിൽക്കട്ടെ. എനിക്ക് എൻ്റെ ലോകമെമ്പാടുമുള്ള എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരോടൊരു സന്തോഷകരമായ ഒരു കാര്യം, ഒരു അവാർഡ് കിട്ടിയ കാര്യം എനിക്ക് അറിയിക്കേണ്ടതുണ്ട്. അത് ഞാനൊരു 2015 കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു, പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നത് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അന്നത്തെ ഡ്യൂട്ടി ഓഫീസർ, അതായത് അന്നത്തെ സൂപ്രണ്ട് എന്നെ ക്ഷണിക്കുകയും 2006 മുതൽ ഇങ്ങോട്ട് ഞാൻ പാമ്പുകളെക്കുറിച്ച് ക്ലാസ്സുകൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും, കാസർഗോഡ് മുതൽ പാറശാലയിൽ എടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അന്നത്തെ അധികാരികൾ, മന്ത്രിമാരൊക്കെ വാക്കാലെ പറഞ്ഞു കേരളത്തിന് മുഴുവൻ അവയർനെസ് ആവശ്യമാണെന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. 2015 ആ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു അവാർഡ് ഈ 2026 4 മാസം 6-ാം തീയതി എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അത് കോഴിക്കോട് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അവാർഡായിരുന്നു. എനിക്കെതിരെ ഒരു കേസ് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2015 പാമ്പിനെ വെച്ച് ക്ലാസ് എടുത്തതിന് മുന്നെയൊക്കെ ക്ലാസ് എടുത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ 2024 ഒരു കേസ് മനഃപൂർവ്വമായിട്ട് എൻ്റെ പേരിൽ ചാർജ് ആക്കുകയും അത് വാറണ്ടാക്കി ഈ ഏപ്രിൽ മാസം 6-ാം തീയതി അറസ്റ്റ് വാറണ്ടാക്കി തന്നു. അത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിലെ അധികാരികൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കാരണം 10-39 വർഷമായി ഞാൻ ഈ മേഖലയിൽ എൻ്റെ ജീവിതമെല്ലാം ഒഴിഞ്ഞു വെച്ച് സഞ്ചരിച്ചതിന് കേരളത്തിൻ്റെ അധികാരികൾ തന്ന അവാർഡിന് പ്രത്യേകിച്ച് തന്നെ വനംവകുപ്പിലുള്ള മുഴുവൻ ആൾക്കാർക്ക്, വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നതിന് മുന്നോട്ടുണ്ടായിരുന്നു. അന്ന് പഴയ മന്ത്രികളത്തെ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വർഷങ്ങളായി ക്ലാസ് എടുക്കുകയില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നല്ലൊരു അവാർഡ്, ഒരു 10-40,000-50,000 രൂപ ചിലവാക്കി എനിക്കൊരു അവാർഡ് ഇപ്പോൾ എടുക്കേണ്ടി വന്നു. സന്തോഷം. അധികാരി കേസ് ചമച്ചുണ്ടാക്കിയ അധികാരികൾക്ക് സാധനമൊക്കെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വനംവകുപ്പിൻ്റെ ഒരു ഓഫീസറുടെ കീഴിൽ തന്നെ പല സ്ഥലങ്ങളിലും ആൾക്കാരെ വിളിച്ചുകൂട്ടി, റോഡേ കൂടെ പോകുന്നവരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു പാമ്പിനെ വെച്ച് പീഡിപ്പിച്ച് 50-60 പേരുണ്ട് പീഡിപ്പിക്കുന്നവരുടെ പേരിലൊന്നും കേസില്ല, ഒരു കുഴപ്പമില്ല. വാവാതുരേഷിൻ്റെ പേരിൽ മാത്രം അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതൊരു വലിയൊരു പത്മശ്രീയായിട്ട് ഞാൻ കാണുന്നു. സന്തോഷം. എല്ലാവരും അതൊന്ന് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാൽ ഇങ്ങനെ ഉള്ള എന്താ പറയുക, ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഒരു സംഭവമാണ് കേരളത്തിലാണ്. ബാക്കി ഒരു സംസ്ഥാനങ്ങളിലും ഇല്ല. പിടിക്കുന്ന പാമ്പുകളെ കണ്ടവൻ്റെ പറമ്പിൽ കൊണ്ട് വിട്ടു കൊടുക്കുന്നു, അത് പ്രശ്നമില്ല. 4,000-5,000 രൂപ ചോദിച്ച് വാങ്ങി പാമ്പ് പിടിക്കുന്നു, ഒരു കുഴപ്പമില്ല. എല്ലാം ത്യജിച്ചുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന എനിക്ക് നല്ല അവാർഡ് കിട്ടി. സന്തോഷം, നന്ദി. നമ്മൾ സമയം കളയുന്നില്ല, അതൊക്കെ അങ്ങ് നടക്കട്ടെ. തൂക്കിക്കൊല്ലാനൊന്നും നിയമമൊന്നും ഇല്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാൻ പോട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിലാണെങ്കിൽ നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. അവരെ പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് അതിഥിയുടെ അടുത്തേക്ക് പോകാം. എവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ട, ഞാൻ ഒരു കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ചേരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലെടുത്തെറിഞ്ഞു. അതിൻ്റെ പുറത്ത് കൊണ്ടില്ല, പക്ഷേ അത് തിരിച്ച് പത്തി എടുത്തിട്ട് സ്പീഡ് കഴിഞ്ഞ് ബാഗിൽ കാടൊന്നുമില്ലല്ലോ. ഇല്ല, കാട് ഇരിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട്. നമസ്കാരം ഏട്ടാ. നമസ്കാരം. സുഖമാണല്ലോ. ഓ, ആളുണ്ടല്ലേ? ആരും ഇല്ലെന്നല്ലേ പറഞ്ഞു. ഇവിടെ ആളുണ്ട്. ഇവിടെ എല്ലാവരും ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എൻ്റെ പറഞ്ഞ് ആരും ഇല്ലാട്ട് ഞങ്ങൾ 2 നേരം ഉള്ളതെന്ന് പറഞ്ഞു. അടിപൊളി, സന്തോഷം, അടിപൊളി. എവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പോയിട്ടില്ല. ആ സമയത്ത് നിങ്ങളുണ്ട്. അണ്ണാ വണക്കം. അണ്ണാ അപ്പോൾ ഇതിനകത്ത് ഉണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നപ്പോൾ നമ്മൾ എന്തായാലും പുള്ളിക്കാരൻ എന്തായാലും നമുക്ക് ഈസി മാളയില്ലല്ലോ നമുക്ക്. അതൊരു ഭാഗം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്നുമല്ല. ഓക്കെ, അതൊക്കെ അപ്പോൾ സമയം കളയുന്നില്ല. നമ്മളെന്തായാലും എൻ്റെ വീട്ടിൽ ഓല കെട്ടാറായി. അപ്പോൾ ചോർന്ന് തുടങ്ങി. അപ്പോൾ ടാർപ്പളം 2 വേണമായിരുന്നു. സൂക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥനയാണ്, സൂക്ഷിക്കണം. കാരണം പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞു തുടങ്ങി. മെനിങ്ങാന്ന് കാര്യവട്ടത്തൊരു വീട്ടിൽ നിന്ന് 3 കുഞ്ഞുങ്ങളെ കെട്ടി, ബാക്കിയുള്ളതിനെ കെട്ടിയില്ല. അപ്പോൾ ആ പരിസരത്തേക്ക് അപ്പോൾ വിരിഞ്ഞ് പോകുമ്പം അതിലൊക്കെ കുഞ്ഞു മൂർക്കനാണെങ്കിൽ പോലും കൊച്ചുമക്കൾക്ക് ഇന്നലെ ഒരു 2 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ ഫോട്ടോ എൻ്റെ വാട്സാപ്പിൽ കിടപ്പുണ്ട്. കാസർഗോഡ് ഒരു മോള്, ഇഷാന എന്ന മൊട്ടയാണ് മോളെ പേര്. വീട്ടിൽ കളിച്ചുകൊണ്ട് 2 വയസ്സേ ഉള്ളൂ. മോളുടെ കാലിൽ നമ്മുടെ അംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന മൂക്കൻ എന്നറിയപ്പെടുന്ന അണലിവർഗത്തിലെ പാമ്പ് കടിച്ചു. നമുക്ക് ചരിത്രത്തിലില്ലായിരുന്നു. ഈ കഴിഞ്ഞ 2024-25 4 മരണം കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് അറിഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഡോക്ടർമാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ വിഷയത്തിൽ അതുകൂടെ പങ്കുവയ്ക്കണം. ഡോക്ടർമാർ പറഞ്ഞു ഇതിന് മരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒന്നും തോന്നരുത് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരോട്.
പറയുന്നുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഏത് പാമ്പ് കടിച്ചാലും ഒരു മരുന്നല്ലേ ഉള്ളൂ. രാജവെമ്പാല അടിച്ചാൽ പോലും കോമൺ ആൻറ്റിവനും അല്ലേ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലിയുടെ കടിയേറ്റാൽ അതേ കണ്ടൻസ് അടങ്ങുന്ന വെനം ഇഞ്ചെക്ട് ചെയ്യുന്ന മലബാർ പിറ്റ് വൈപ്പർ കടിച്ചാൽ നിങ്ങൾ മരുന്നില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് പാവങ്ങളെ പേടിപ്പിക്കുന്നത്? അങ്ങനെ സാധനം ഉണ്ടോ? അതിനുവേണ്ടി ഒരു മരുന്നുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഹംബിനോസർ പിറ്റ് വൈപ്പറിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പിന്നെ രാത്രി അവരിപ്പോൾ പാവപ്പെട്ട് അവർ പറഞ്ഞിട്ട് നല്ല ഡോക്ടറായിരുന്നു. ഫോണ് വാവാ സുരേഷാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ പുള്ളിക്ക് ഫോൺ എടുത്ത് പുള്ളി എൻ്റെ സംസാരിച്ചു എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് പുള്ളി പറഞ്ഞായിരുന്നു. ഇന്നതുപോലെയാണ് അവസ്ഥ. പോയോ? താഴെ പോയോ? നോക്കിക്കോളേ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ മേളിലോട്ട് കയറിക്കണം. കുഴപ്പമില്ല, നോക്കാം, കുഴപ്പമില്ല. അവിടെ എല്ലാവരും നോക്കിക്കോളേ. ഞാൻ കണ്ടില്ല. ഇവർ കൊണ്ട് ഇവിടെ താവോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ താവോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വലുതാണെന്ന് തോന്നുന്നില്ല. ഒരു ആവറേജ് ആളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലുതാണെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ എന്തായാലും കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിനിടയ്ക്കാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ കടിയേറ്റു, സീരിയസ് ആണ്. അതുപോലെ മറ്റൊരു 22 വയസ്സുള്ള ഒരു ചേച്ചി പാമ്പ് കടിയേറ്റു. അദ്ദേഹവും ഹോസ്പിറ്റലിലുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കടിയാണ്. പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. കണ്ടില്ലല്ലോ ഇതിൻ്റെ അടിയിലോ? ഓക്കെ, നോക്കാം. ഞാൻ കണ്ടില്ല. പുള്ളിക്കാരൻ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഓടി. അപ്പോൾ പാമ്പടിയുടെ എണ്ണം കൂടുന്നുണ്ട്, മരണവും കൂടുന്നുണ്ട്. ഒരു കാരണവശാലും ചില ആൾക്കാർ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. പാമ്പടി ഇല്ല, മരണമില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറയുന്നുണ്ട്. ഇതെല്ലാം തട്ടിത്തപ്പാണ്. അപ്പോൾ സൂക്ഷിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ പാമ്പടി ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എന്നാൽ കിട്ടുന്നവർക്ക് അറിയാമോ എൻ്റെ അനുഭവം എന്താണെന്നുള്ളത്. വിറവ് കുറവാണ്. നമ്മൾ അനക്കി അപ്പോഴും ഇറങ്ങിപ്പോയി. ചേട്ടാ മാറിയെന്ന് വെച്ചാൽ അങ്ങോട്ടായിരിക്കും വരുന്നത്. ചേട്ടാ അങ്ങോട്ട് മാറി. കാറും പതുങ്ങിയിരിക്കാൻ സാധ്യതയില്ല. ചേട്ടാ താവോട്ട് ഇറങ്ങാനേ സാധ്യതയുള്ളൂ. താഴെ താഴെ വന്നു. പുള്ളി പറഞ്ഞ കണക്ക് അത്ര ചെറുതൊന്നും അല്ല. ഇതായിരിക്കും. അവിടുന്ന് മാറി ഇവിടെ വന്നു, ഇവിടുന്ന് മാറി അവിടെ വന്ന പുള്ളിക്കാരൻ അങ്ങനെ തലയെ പിടിക്കുന്നത് മാത്രം കണ്ടില്ല. ഒരു കാരണവശാലും വീട്ടിൻ്റെ പരിസരത്ത് നായ്ക്കും പൂച്ചയ്ക്കും കുടിക്കാനൊന്നും ചരുവത്തിലൊന്നും വെള്ളം വെക്കരുത്. അപകടമാണ്. മുട്ട വിരിയാറായിരിക്കുന്ന സമയത്ത് പെൺപാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ്. വെള്ളം കുടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൻ്റെ പരിസരത്ത് ഉണ്ടാവും. അത് പോകത്തില്ല. അപ്പോൾ നമുക്ക് അത് അവിടെ സ്റ്റേ ആവും. ഇത് പുള്ളി പറഞ്ഞ കണക്ക് അത്ര ചെറുതുമല്ല. അത്ര പുള്ളി പറഞ്ഞു. ആ പൈപ്പ് കാണിച്ചിരുന്ന 2 ഇഞ്ചുള്ള പൈപ്പിൻ്റെ ഈ കമ്പിൻ്റെ കനമാണ് കാണിച്ചത്. എന്തായാലും സാധാരണ ഓരോരുത്തർ കാണിക്കുമ്പം ഇതിൻ്റെ പകുതിയിലും ഉണ്ടാകത്തില്ല. പക്ഷേ ഇതെന്തായാലും പുള്ളി കറക്റ്റായിട്ട് അളവെടുത്തു. നല്ല സൈസ്, നമ്മൾ വിചാരിച്ചണക്കല്ല. പുള്ളി പറഞ്ഞു ഒരു ചെറിയ കല്ലെടുത്തിട്ടപ്പോഴത്തേക്ക് അത് പത്തി എടുത്തു തോന്നി. എനിക്ക് തോന്നുന്നു പുള്ളിയെന്ന് വിചാരിച്ചായിരിക്കും പുള്ളിയുടെ അടുത്തേക്ക് പോയത്.
കല്ലെടുത്തിട്ട് എൻ്റെ ദേഷ്യമായിരിക്കാം. അടിപൊളി. എന്തായാലും സന്തോഷം. നമ്മുടെ അടിപൊളി ഒരു ഫീമെയിൽ പെണ്ണതിഥിയാണ്. അതിലുപരി മുട്ടയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുട്ട വിരിഞ്ഞ് കാണാൻ സാധ്യതയില്ല. മുട്ട കേടായി കാണും. കാരണം ചൂട് കൂടുമ്പോൾ പാമ്പതിൽ മാളത്തിൽ മുട്ടയിട്ടാൽ ആ മുട്ട വിരിയുകയില്ല, മുട്ട കേടായി പോവും. മുട്ട കേടായി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫീമെയിൽ അതിഥിയാണ്. വെള്ളം തേടി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം അനിവാര്യമാണ്. പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൻ്റെ പരിസരത്ത് വെള്ളം വെക്കരുത്. നിങ്ങൾ നിർബന്ധമാക്കണം. ഞാൻ ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്ത് ഞാൻ വന്നപ്പോൾ നോക്കി, പക്ഷേ ഇവിടെ വെള്ളമൊന്നും വെച്ചിട്ടില്ല. പക്ഷേ പൂച്ചയൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായിട്ട് ചൂടായതുകൊണ്ട് അടുക്കളയുടെ പുറകിലേക്ക് നിങ്ങൾ വെളുപ്പാങ്കാലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വാതിലിൻ്റെ അടിവശം കാലുണ്ടെന്ന് തട്ടിയിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം ഇതൊക്കെ രാത്രി കാലങ്ങളിൽ ഫുഡ് കഴിക്കുന്ന പാമ്പതിൽ നമ്മൾ അടുക്കളയുടെ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വന്ന് കിടക്കും. അത് അപകടമാണ്. ചൂട് നമുക്ക് തന്നെ സഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് 10-15 മിനിറ്റിലായില്ല, അപാരമായ ചൂട്. അപ്പോൾ ഇവറ്റകൾ പാവങ്ങൾ, ഇവറ്റകൾക്ക് മാളത്തിലിരിക്കാൻ പറ്റില്ല, മാളത്തിനകത്ത് പറമ്പിലിരിക്കാൻ പറ്റില്ല, പാറ കിടന്നാലും ചൂടായിരിക്കും. പറയില്ല, നമുക്ക് പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരന് ഒരു കല്ലെടുത്തിട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ചേരയാണെങ്കിൽ പോട്ടെ, കല്ല് ദേഹത്തല്ല ഇട്ട് അടുത്തിട്ടപ്പോൾ പത്തി എടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ വിളിക്കാനുള്ളത്. ഇവിടെ ഒരുപാട് അതികളെ ഞാൻ പിടിക്കാൻ വന്നിട്ടുള്ള സ്ഥലം കീഴാവൂർ, പോത്തൻകോട്, കാട്ടായിക്കോണം, അതുപോലെ തന്നെ വാവറമ്പലം, ഈ ഭാഗത്തൊക്കെ ഒരു മംഗലാപുരം, ഇവിടെ ഒരുപാടുകൾ, പള്ളിപ്പുറം, ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഒരു 200-250 പ്രാവശ്യം ഒന്നല്ല, അതിൽ കൂടുതൽ വന്നതാണ്. ഉദ്ദേശിച്ച് ഏകദേശം 5 വയസ്സോളം പ്രായം വരും. പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ്. ചേട്ടാ ആ കുപ്പിയിൽ വെള്ളം നീരാൻ വേണ്ട. വെള്ളം കുടിക്കുന്നുണ്ടോ പാവം. നമ്മളെപ്പോലെ മറ്റു മൃഗങ്ങളെപ്പോലെ നക്കി കുടിക്കാനോ ചൂപ്പി കുടിക്കാനോ കഴിയില്ല. ഒരു സൈഡിൽ കൂടെ പറഞ്ഞ ഓരോ ഡ്രോപ്പിനെ പതുക്കെ വലിച്ചു കുടിക്കുന്നു. തോളിക്കൂടി പാവം. നമ്മൾ സത്യം പറയുന്നത് നമ്മളെ ഉപദ്രവിക്കാനല്ല വരുന്നത്. നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ ചിക്കൻ ബിരിയാണി വെച്ചിട്ട് നമ്മളവരെ വിളിക്കുന്നത്. കാരണം എലിയൊക്കെ ധാരാളം വളർത്തുന്നവരാണ്. നമ്മളുള്ള വേസ്റ്റെല്ലാം മാതിരി കൂട്ടി വെച്ച്. ഇത് വേസ്റ്റല്ല, ഇത് നല്ല കൊതുമ്പും ചൂട്ടൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ വന്നൊന്നും ഇരിക്കത്തില്ല, കാറ്റടിച്ച് വരുന്നുള്ളൂ. മറ്റു ചില വീട്ടിലൊക്കെ പോയി, ഞാനിപ്പോൾ ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയ്ക്ക് എടുത്തൊരു വീട്ടിൽ പോയിട്ട് ഒരു 2 ലോഡ് സാധനം ഉണ്ടായിരുന്നു. എല്ലാം പിറക്കി മാറ്റി. അതിന് പാമ്പിനെ കിട്ടിയില്ല. എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് പോണക്കല്ല ഈ ബാത്റൂമിൻ്റെ, ഇതിപ്പോൾ ബാത്റൂമാണ്. ഇതിൽ എലി മാളമോ ഇവിടെ ഈ ട്രാപ്പോ ഇല്ല എങ്കിൽ ഇപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് പിന്നെ അവർ കഴിയുമ്പോൾ കുഴപ്പമില്ല, പോട്ടയെന്ന് ചോദിക്കും, ചിലത് അടയ്ക്കത്തില്ല. അങ്ങനെയായിരുന്നു അവിടെ സംഭവം. അതുവഴി കയറി ക്ലോസറ്റിനകത്തൂടെ കയറി, 1 വർഷമായി ക്ലോസറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് വെള്ളമില്ല. ഇത് അകത്തിറങ്ങി ഈ അടിയോടുകൂടി അതിനകത്ത് വണ്ടി തട്ടി ഓടിച്ചെന്ന് അതിനകത്ത് ചത്ത് കിടന്നു. ഞാൻ ഇന്നലെ ചെന്ന് പറഞ്ഞാൽ അഴുകി പെരുത്ത് കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനം ഈ ബാത്റൂമിൻ്റെ ഈ അടപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ കൃത്യമായിട്ട് അത് സമയത്ത് മാറ്റണം. ഒരിക്കലും നിങ്ങളത് നാളെ എന്നത്തേക്കൊന്നും വെക്കരുത്. പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ്, ഫുഡ് വേണം. അപ്പോൾ ഈ പൈപ്പിനകത്ത് ഇത് കിടക്കുമ്പോൾ ഇതിനകത്ത് ആൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എലി ഇതിലേ കയറിപ്പോവും. അപ്പോൾ ഇവൻ ഇതിനെ കൂടെ കയറി അകത്ത് കയറി വിശാലമായിട്ട് കിടക്കും. വണ്ടി തട്ടി കൊണ്ടുള്ളത് മരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിന് നിങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ സൂക്ഷിച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഇത്രയും ഹൈറ്റിൽ വിറവ് വെച്ചിരുന്നു. ഇത് ഇവിടെ സേഫാണ്, പക്ഷേ ഇത് അപ്പുറത്ത് വെക്കരുത്. വീടിനോട് ചേർത്ത് വെക്കുക. എത്രയൊക്കെ പറഞ്ഞാൽ നമ്മളെ മലയാളികൾ പല സ്ഥലത്തും ഞാൻ പോയി പറഞ്ഞിട്ട്, പക്ഷേ അറിയാമല്ലോ, ഇപ്പോൾ ഇന്നൊരു കൊച്ചുമോൾ 2 ദിവസം മുമ്പ് എനിക്ക് എൻ്റെ വാട്സാപ്പിൽ ഞാൻ ഫോട്ടോ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ കാണിക്കാം. വാട്സാപ്പ് കൊച്ചുമോൾ സീരിയസ് ആയിട്ട് ICUലാണ്. ആ മോൾ വന്നിട്ട് എനിക്ക് സന്തോഷം. ഇന്നലെ രാത്രി അവർ ICUയിൽ കയറി ആരും അറിയാതെ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ കൊച്ചുമോൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് 2 വയസ്സേ ഉള്ളൂ. കുഞ്ഞു മക്കൾക്ക് അപകടം കൂടുതലുണ്ടാകുന്നത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്ന വണ്ടികൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഈ 2025 കഴിഞ്ഞ വർഷം ഞാൻ ഏകദേശം ഒരു 100ഓളം വണ്ടികൾക്ക് അകത്തുനിന്ന് പാമ്പിനെടുത്ത്, പുതിയ കൊച്ചുകുട്ടികൾ കളിക്കുന്ന വണ്ടികൾക്കകത്ത് സൈക്കിളിനകത്തൊക്കെ പാമ്പ് എടുത്തിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങളിത് വെളിയിലിരുമ്പോൾ പാമ്പിനകത്ത് ഇറങ്ങി നിങ്ങൾ ഇതേപടി തൂക്കിയെടുത്ത് രാത്രി വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇത് വീട്ടിനകത്ത് ഇറങ്ങും. ഇതൊക്കെ അപകടമാണ്. അപ്പോൾ ഇതെല്ലാം സൂക്ഷിക്കണം. കൊച്ചു മക്കളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ജീവൻ സംരക്ഷിക്കേണ്ടത് മറ്റുള്ളവരുടെ ചുമതലയല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്കിനി ഒരുപാട് കോളുകൾ വെയിറ്റിംഗ് ഉണ്ട്. എനിക്ക് ഇന്നലെ ഞാനിപ്പോൾ ഉറങ്ങിയിട്ട് എനിക്ക് ഇന്നലെ മെനിങ്ങാന്നൊക്കെ വെളുക്കുന്നത് വരെ, വെളുപ്പാങ്കാലത്ത് 6 മണിക്കൊക്കെ ഞാൻ കോൾ കഴിഞ്ഞ് മടങ്ങി എത്തുന്നത്. കിട്ടുന്ന അത്രയും ചുവർപ്പാമ്പൊക്കെയാണ് വീട്ടിനകത്ത് കിട്ടുന്നത്. അതെല്ലാം പണികളുമാണ്.
ചേട്ടാ നമുക്കൊരു ചാക്ക് എടുക്കാൻ കാണട്ടെ, കട്ടിയുള്ള ചാക്ക്, ഒരു ചാക്ക്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുന്നു. അപ്പോൾ നമ്മൾ പാമ്പിന് ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് നമ്മളെ പാമ്പിനല്ല നമ്മൾ പ്രാധാന്യം കൊടുത്തത്. എനിക്ക് വനം വകുപ്പ് എന്ന അവാർഡും പത്മശ്രീ എനിക്ക് വനം വകുപ്പ് ഈ വർഷം കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേ തന്ന കോഴിക്കോട് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് തന്ന 6-ാം തീയതി തന്ന നല്ലൊരു വീരശൃംഖലയായിരുന്നു. അപ്പോൾ ഞാൻ പോയി 2 ജാമ്യക്കാരെയും കൊണ്ടെടുത്ത് ജാമ്യം എടുത്തിട്ട് വന്നേ ഉള്ളൂ. പാമ്പിനെ കാണിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇതിന് പോക്കെങ്ങോട്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ ആൾക്കാർ പാമ്പുകളെ തല്ലിക്കൊല്ലുന്നു. പാമ്പിനെ വെച്ച് 100 വരെ കൊണ്ട് പിടിപ്പിക്കുന്ന അഴിഞ്ഞാടി കാണിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അവയർനെസ്സിന് വേണ്ടി വനം വകുപ്പ് ഗണേഷ് സാർ ഉൾപ്പെടെയുള്ളവർ, കെ രാജു സാർ ഉൾപ്പെടെയുള്ള, തിരുവഞ്ചൂർ രാജാകൃഷ്ണൻ സാർ ഇരുന്ന സമയത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിൽ 11,000 ക്ലാസ്സുകൾ ചെയ്തത്. അവൻ പാമ്പുകളെ പ്രദർശിപ്പിക്കാനായിട്ട് പെർമിഷൻ, അന്നത്തെ DMമാർ പെർമിഷൻ. പിന്നെ അപ്പോൾ ഡെയിലി ഇത് തന്നെ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് CC ഫയൽ രാജരാജവർമ്മ സാർ, വള്ളിയിൽ ഗോവി സാർ, ഇവരൊക്കെ മനോഹര സാറൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേരളത്തിൽ പോയി ക്ലാസ് എടുത്തത്. എന്തായാലും വളരെ സന്തോഷം. ഇപ്പോഴത്തെ പട്ടിണിയുടെ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു സംഭവം കൂടെ തന്ന കേരളത്തിലെ വനം വകുപ്പിൻ്റെ അധികാരികൾക്ക് സൂപ്പർ, അടിപൊളി. നിങ്ങളാണ് ജനത്തെ സേവിക്കുന്നവർ. എന്തായാലും സമ്മതിക്കുന്ന അടിപൊളി. അപ്പോൾ ചേട്ടാ ചാക്കി ചേട്ടാ. അപ്പോൾ ഞാൻ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ചാക്കിലാക്കുന്നു. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ച്, വലുതൊന്നും അല്ല ഇന്ന് നമ്മൾ പിടിക്കുന്നതിനൊക്കെ ഇതൊന്നും വലുതാണോ അല്ലല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞൻ അതിഥിയെ നമ്മൾ ചാക്കിലാക്കുകയാണ്. ഇത്രേ ഉള്ളൂ അല്ലേ, കുഞ്ഞു കുട്ടൻ കണ്ട. ഹായ് ചക്കരേ, കൂട്ടി കയറിക്കോളൂ. എൻ്റെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, 118 പേർക്കാണ് വനം വകുപ്പിൻ്റെ ഈ പുതിയ പാമ്പ് സംരക്ഷകർക്ക് 118 പേർക്ക് ആണ് കടി കിട്ടിയത്. ഇപ്പോൾ ഈ ഒരു 2 ഇവർ പറയുന്നത് 2022 അവർ ട്രെയിനിങ് തുടങ്ങിയതൊന്നുമല്ല, ഇപ്പോഴാണ് തുടങ്ങി. ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം ഈ മെനിങ്ങാന്ന് കടി കിട്ടിയത് ഉൾപ്പെടെ ഏകദേശം 118-19 കടി കിട്ടി. അത് അറിയാത്ത കടികളാണ്, പലരും അറിയാത്ത ഇനിയും പല കടികളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഈ വിറവിൻ്റെ ഇടയിലിരുന്ന പെൺമൂർഖനത്തെ പിടിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.